Hello everyone. In this class, we are going to discuss about what is phrasal verb. What is meant by phrasal verb? എന്താണ് phrasal verb? നമുക്ക് phrasal verbിനൊരു definition നോക്കാം. A phrasal verb is a verb combined with a particle, an adverb or a preposition, or sometimes both. A phrasal verb is a verb. Phrasal verb എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു വെർബാണ്. വെർബ് മീൻസ് ക്രിയ, പ്രവൃത്തി. അപ്പോൾ ഒരു വെർബിൻ്റെ കൂടെ എന്തൊക്കെയാണ് ചേരുന്നത്? ആൻ ആഡ്വർബ് ഓർ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷനോ അല്ലെങ്കിൽ എന്താണ് ആഡ്വർബോ ചേർന്നിട്ട് പുതിയൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വെർബിൻ്റെ കൂടെ ആഡ്വർബ് ഓർ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഇംഗ്ലീഷിൽ കാണപ്പെടുന്ന കുറച്ച് കോമൺ വേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇന്ന്, ഓണ്, അറ്റ്, അപ്പ്, ഡൗണ്, ഓഫ്, ഫോറ്, അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. ആ വേർഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോഴെന്താ ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെർബിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ കൂടി ചേർന്നിട്ട് പുതിയൊരു വേർഡ് ഉണ്ടാവുന്നതിനെയാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, മെനി ഫ്രേസൽ വെർബ്സ് in English are idiomatic in the sense that the meaning of the verb and particle is different from the base verb. അപ്പോൾ എന്താ ഇതിലൂടെ പറയുന്നത്? ഇംഗ്ലീഷിൽ പല ഫ്രേസൽ വെർബുകളും ഇഡിയംസ് ആണ്. എന്താണ് ഇഡിയംസ്? ഇഡിയംസ് എന്ന് പറഞ്ഞാൽ ഭാഷാ ശൈലി. ഭാഷയിൽ നമ്മൾ ഒരുപാട് ശൈലി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഭാഷാ ശൈലിയെയാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വെർബിൻ്റെ കൂടെ നമ്മളിപ്പോൾ പറഞ്ഞു പ്രിപ്പോസിഷൻ ഓർ ആഡ്വർബ് വന്നാലാണ് ഫ്രേസൽ വെർബ് ആവുക എന്ന്. അപ്പോൾ ആ വെർബിൻ്റെ കൂടെയുള്ള പാർട്ടിക്കിളിന് അല്ലെങ്കിൽ എന്താണ് പ്രിപ്പോസിഷന് അനുസരിച്ചിരിക്കും എന്ത്? ആ ഫ്രേസൽ വെർബിൻ്റെ മീനിങ്. ഓക്കെ, വെർബിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ഓർ പാർട്ടിക്കിളിനനുസരിച്ചായിരിക്കും ഫ്രേസൽ വെർബിൻ്റെ മീനിങ്ങിൽ ചേഞ്ച് ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ മീനിങ്ങിൽ നിന്ന്, ഇൻഡിവിജ്വൽ വേർഡിൻ്റെ മീനിങ്ങിൽ നിന്ന് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എന്തിൻ്റെ മീനിങ് ഉണ്ടായിരിക്കുക? ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ഉണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഫ്രേസൽ വെർബിന്. മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് എന്നതെന്താണ്? ഒരു ഫ്രേസൽ വെർബാണ്. മേക്ക് എന്ന വെർബിൻ്റെ കൂടെ ഔട്ട് എന്ന പ്രിപ്പോസിഷൻ ചേർന്നിട്ടാണ് മേക്ക് ഔട്ട് ഉണ്ടാവുന്നത്. ഈ മേക്ക് ഔട്ടിൻ്റെ മീനിങ് ശരിക്കും നമ്മൾ ആ വേർഡിൻ്റെ മീനിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരിക? മേക്ക് തയ്യാറാക്കുക, ഔട്ട് പുറത്ത്, പുറത്ത് വെച്ച് തയ്യാറാക്കുക എന്നാണോ ഫ്രേസൽ വെർബിൽ മീനിങ് വരുന്നത്? അല്ല. അപ്പോഴെന്താണ്? ഇൻഡിവിജ്വൽ വേർഡിൻ്റെ മീനിങ്ങിൽ നിന്ന് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരിക്കും ഫ്രേസൽ വെർബിൽ അതിൻ്റെ മീനിങ് വരുന്നത്. മേക്ക് ഔട്ടിൻ്റെ മീനിങ് എന്താ? അണ്ടർസ്റ്റാൻഡ് എന്നതാണ് മേക്ക് ഔട്ടിൻ്റെ മീനിങ്. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയുള്ള വേർഡ്സിനെയാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന വേർഡിൻ്റെ മീനിങ് ആണ് പോസ്റ്റ് പോണ്ട്, നീട്ടിവെക്കുക. ദെൻ പുട്ട് ഓൺ. പുട്ട് ഓൺ വെയർ, ധരിക്കുക. ദെൻ പുട്ട് ആൻ എൻഡ്, ടു സ്റ്റോപ്പ്, നിർത്തുക. ദെൻ പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ്, സഹിക്കുക. അപ്പോഴെങ്ങനെയാണ് വേർഡ് മാറിയത്, അതിൻ്റെ മീനിങ് മാറിയതെന്ന് ഈ എക്സാമ്പിൾസ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോഴെന്താ? ഫ്രേസൽ വെർബ് എന്നത്
ഒരു വെർബിൻ്റെ കൂടെ പ്രിപ്പോസിഷനോ ആഡ്വേർബോ കൂടി ചേർന്നിട്ട് പുതിയൊരു വേർഡ് ഉണ്ടാവുന്നതിനെയാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് ഇൻഡിവിജ്വൽ വേർഡ്സിൻ്റെ മീനിങ്ങിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ പേജ് നമ്പർ 41 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫ്രേസൽ വെർബിന് സെൻറ്റൻസുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ആണ്, ദീസ് ബിഗ് ബിൽസ് ആർ ഈറ്റിംഗ് ഇൻ ടു മൈ പോക്കറ്റ്. ദീസ് ബിഗ് ബിൽസ് ആർ ഈറ്റിംഗ് ഇൻ ടു മൈ പോക്കറ്റ്സ്. എന്താണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്? നമ്മളൊരു ഓരോ വേർഡ് എടുത്ത് അതിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ ബില്ലുകൾ തൻ്റെ പോക്കറ്റിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ ഓരോ വേർഡ്സിൻ്റെ മീനിങ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെയാണോ നമ്മൾ ഈ ഒരു സെൻറ്റൻസിലൂടെ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു മീനിങ്ങിലാണോ നമ്മൾ എത്തിച്ചേരേണ്ടത്? അല്ല. ദീസ് ബിഗ് ബിൽസ് ആർ ഈറ്റിംഗ് ഇൻ ടു മൈ പോക്കറ്റ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? മൈ മണി ഈസ് ഗെറ്റിംഗ് ഫിനിഷ്ഡ്. മൈ മണി ഈസ് ഗെറ്റിംഗ് ഫിനിഷ്ഡ്. എൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിലുള്ള പണമൊക്കെ കഴിയാറായി എന്ന രീതിയിലാണ് ഇവിടെ എന്തുപയോഗിച്ചിട്ടുള്ളത്? ദീസ് ബിഗ് ബിൽസ് ആർ ഈറ്റിംഗ് ഇൻ ടു മൈ പോക്കറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോഴെന്താ ഈറ്റിംഗ് ഇൻ ടു മൈ പോക്കറ്റ് എന്നതിൻ്റെ മീനിങ് എന്താണ്? മൈ മണി ഈസ് ഗെറ്റിംഗ് ഫിനിഷ്ഡ്. ദെൻ സെക്കൻഡ് ഒരു എക്സാമ്പിളാണ്, ഐ കനോട്ട് വർക്ക് ഔട്ട് ദിസ് പ്രോബ്ലം. ഐ കനോട്ട് വർക്ക് ഔട്ട് ദിസ് പ്രോബ്ലം. ഈ സെൻറ്റൻസിലെ ഫ്രേസൽ വെർബ് ഏതാണ്? വർക്കൗട്ട് എന്നതാണ് ഈ ഒരു സെൻറ്റൻസിലെ ഫ്രേസൽ വെർബ്. വർക്ക് എന്ന വെർബിനോട് കൂടിയിട്ട് പ്രിപ്പോസിഷനായിട്ടുള്ള ഔട്ട് ചേർന്നു. അപ്പോഴാണ് ഫ്രേസൽ വെർബ് ഉണ്ടായിട്ടുള്ളത്. വർക്കൗട്ട് എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് എന്താണ്? സോൾവ്. സോൾവ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസിൻ്റെ കറക്റ്റ് മീനിങ് എന്താ? എങ്ങനെയാണ്? ഐ കനോട്ട് വർക്ക് ഔട്ട് ദിസ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഐ കനോട്ട് സോൾവ് ദിസ് പ്രോബ്ലം. എനിക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയില്ല എന്ന മീനിങ്ങിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫ്രേസൽ വെർബ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് ഒരു ഫ്രേസൽ വെർബാണ് ലുക്ക് ഫോർ. ലുക്ക് ഫോർ. ലുക്ക് ഫോർ എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ആണ് സെർച്ച്, തിരയുക. അപ്പോൾ നമുക്ക് അത് വെച്ച് ഇനി ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കാം? ഹീ ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് കീസ്. അവൻ അവൻ്റെ കീ തിരയുകയാണ് എന്നതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ഈ സെൻറ്റൻസിൽ ഹീ ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് കീസ് എന്ന് പറഞ്ഞാലും ഹീ ഈസ് സെർച്ചിങ് ഹിസ് കീസ് എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം മീനിങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സെർച്ച് എന്ന വേർഡിന് പകരമായിട്ട് ഏത് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം? ലുക്ക് ഫോർ എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ പേജ് നമ്പർ 41 ഒരു എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. ഒരു പാസേജാണ് സ്മിത ഹാഡ് എ പ്രോബ്ലം. ഈ പാസേജ് വായിച്ചിട്ട് അതിൽ നിന്ന് ഫ്രേസൽ വെർബ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രേസൽ വെർബും അതിൻ്റെ മീനിങ്ങും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പാസേജ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ആ പാസേജിൽ വരുന്ന ഫ്രേസൽ വെർബുകൾ നെക്സ്റ്റ് പേജിൽ പേജ് നമ്പർ 42 കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാം. ഫസ്റ്റ് ഫ്രേസൽ വെർബാണ് ഏതാണ്? ഹാങ് ഔട്ട്. ഹാങ് ഔട്ട് എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് എന്താ? ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ എ പ്ലേസ്. ഹാങ് ഔട്ട്, ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ എ പ്ലേസ്. ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ അതിനെയാണ് എന്ത്? ഹാങ് ഔട്ട് എന്ന് ഷോർട്ടാക്കിയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഫ്രേസൽ വെർബാണ് ബീഫ് അപ്പ്. ബീഫ് അപ്പ്. ബീഫ് അപ്പ് എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ആണ് ടു മേക്ക് സംതിങ് ബിഗ്ഗർ ബെറ്റർ. ടു മേക്ക് സംതിങ് ബിഗ്ഗർ ബെറ്റർ.
ദെൻ തേർഡ് വൺ ഈസ് ചിപ്പ് ഇൻ. ചിപ്പ് ഇൻ എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ആണ് ടു ആഡ് ഓർ കോൺട്രിബ്യൂട്ട് സംതിങ്. ടു ആഡ് ഓർ കോൺട്രിബ്യൂട്ട് സംതിങ്. ഫോർത്ത് വൺ കൗണ്ട് ഓൺ. കൗണ്ട് ഓൺ എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ആണ് ടു ഡിപ്പെൻഡ് ഓർ ട്രസ്റ്റ്. ടു ഡിപ്പെൻഡ് ഓർ ട്രസ്റ്റ്. ദെൻ ഫിഫ്ത്ത് വൺ ഡിഷ് ഔട്ട്. എന്താണ് ഡിഷ് ഔട്ട് എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ്? ടു ഡിസ്ട്രിബ്യൂട്ട് ഓർ സെർവ്. ദെൻ സിക്സ്ത് വൺ ഫിഗർ ഔട്ട്. ഫിഗർ ഔട്ട് മീൻസ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ കാൽക്കുലേറ്റ് സംതിങ്. ടു അണ്ടർസ്റ്റാൻഡ് ഓർ കാൽക്കുലേറ്റ് സംതിങ്. ദെൻ get away. Get away meaning is to escape from a place or have a holiday. To escape from a place or to have a holiday. Then toy with. Toy with എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ആണ് to consider an idea or a plan. To consider an idea or a plan. Then look after. Look after means take care of. Take care of. Then put up with. Put up with means tolerate. സഹിക്കുക. Then sort out. Sort out means to order or tidy something or deal with an issue successfully. To order or tidy something or deal with an issue successfully. ദെൻ ടെൽ ഓഫ്. ടെൽ ഓഫ് എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ആണ് സ്കോൾഡ്. എന്താ? ചീത്ത പറയുക, സ്കോൾഡ്. ദെൻ ടേൺ ഡൗൺ. ടേൺ ഡൗൺ മീൻസ് റിജക്റ്റ്. ടേൺ ഡൗൺ, റിജക്റ്റ്. ദെൻ നെക്സ്റ്റ് ഒന്നാണ് ടേൺ അപ്പ്. ടേൺ അപ്പും ടേൺ ഡൗണും മാറിപ്പോവരുത്. ടേൺ ഡൗൺ എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് റിജക്റ്റ്. ടേൺ അപ്പ് എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ടു ബി ഫൗണ്ട് എസ്പെഷ്യലി ബൈ ചാൻസ് ഓർ അറൈവ്. ടേൺ അപ്പ് മീൻസ് അറൈവ്, എത്തിച്ചേരുക. ദെൻ ലാസ്റ്റ് വൺ ഈസ് വൈൻഡ് അപ്പ്. വൈൻഡ് അപ്പ് മീൻസ് ടു കൺക്ലൂഡ് സംതിങ്. ടു കൺക്ലൂഡ് സംതിങ്. അപ്പോഴെന്താ, പേജ് നമ്പർ 42 2 ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ്. അപ്പോൾ ഈ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ എക്സസൈസ് 2 ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അതിൻ്റെ ആൻസർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഓക്കെ.